എല്ലാ ഘട്ടത്തിലും SF ഉയർത്തിയിട്ടുണ്ട്. SF-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസം മതനിരപേക്ഷമായിരിക്കണം എന്നാണല്ലോ. നിങ്ങൾ ആ പ്രതികരണങ്ങൾ കാണാത്തതുകൊണ്ടാവാം നിർഭാഗ്യവശാൽ ആ ചോദ്യം ചോദിച്ചത്. എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിലെ രാജ്യത്തെ SF ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിലെ വിദ്യാഭ്യാസം, രാജ്യത്തെ വിദ്യാഭ്യാസം മതനിരപേക്ഷമായിരിക്കണമെന്നതാണ്. ആ മതനിരപേക്ഷതയ്ക്കെതിരായി, ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന എല്ലാത്തിനെയും SF എതിർക്കുകയാണ്. അതൊരു സ്പെസിഫിക്കായ വിഷയം എന്നുള്ളതല്ല. ഈ സ്പെസിഫിക്കായ വിഷയം തുടർച്ചയായ വാർത്തകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ പ്രതികരണം ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പയിനുകളിൽ, ഞങ്ങളുടെ പ്രചരണങ്ങളിലെല്ലാം ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഈ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തിന് തുടർച്ച ഉണ്ടാവണം എന്നാണ്. ആ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യാൻ കരുതിക്കൂട്ടിയുള്ള രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ എല്ലാ ഇടപെടലുകളെയും നാം എതിർക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ജമാഅത്ത് ഇസ്ലാമി ഇനി പ്രത്യേകമായ എന്തെങ്കിലും ഇടപെടൽ ഈ വിഭാഗത്തിൽ നടത്തിയാൽ അതും എതിർക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു മതവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ സംഘടിപ്പിക്കപ്പെടേണ്ടതല്ല നമ്മുടെ വിദ്യാലയങ്ങൾ. എല്ലാ മതത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് പഠിക്കാനും ഇടകലർന്ന് പഠിക്കാനും ഒരേ രീതിയിൽ ഇടപെട്ട് ജീവിക്കാനും കഴിയുന്ന വ്യവസ്ഥിതിയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. അതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി. നമ്മൾ കാണേണ്ട ഒരു പുരോഗമന സമൂഹം അതാണ്. എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതിൽ ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ മതവിശ്വാസങ്ങൾ സൂക്ഷിക്കുക, അവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുക. ഇതാണ് നമ്മൾ സ്വപ്നം കാണേണ്ട ഒരു ലോകം. ആ ലോകത്തിലേക്കുള്ള മുന്നേറ്റം നടത്തുമ്പോൾ ഇത്തരം ചില പിന്തിരിപ്പൻ ആശയക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ടത്. തീർച്ചയായും അവർക്ക് കോടതിയിൽ പോകാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം അവർ വലിയ ആശങ്കയിലാണ്. കേരളത്തിലെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ സ്വാഭാവികമായി ഇപ്പോൾ കീമിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉയർന്ന റാങ്കിലുള്ള കുട്ടികൾ പലരും പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പുറകേക്ക് പോകുന്നതിലുണ്ടായി. ഏതാണ്ട് 23 മാർക്കിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ശരാശരി കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലെ കീം റാങ്ക് ലിസ്റ്റിനകത്ത് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടിരുന്ന വിവേചനം. ഇത് കടുത്ത വിവേചനമാണ്. ഈ വിവേചനം വളരെ മുൻകൂട്ടി തന്നെ SF ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റൊരു വിദ്യാർത്ഥി സംഘടന അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണിത് ചൂണ്ടിക്കാണിച്ചത്. ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി, അധികാരികളോട് പറഞ്ഞു. SF ഉൾപ്പെടെ ശ്രദ്ധപ്പെടുത്തിയിട്ടാണ് ഒരു കമ്മീഷനെ തന്നെ ഇത് പഠിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നിയോഗിക്കുന്നത്. നിർഭാഗ്യവശാൽ കോടതിയുടെ ഒരു ഇടപെടൽ, ഒരു വലിയ പ്രചരണം നടന്നു. CBSE കുട്ടികളോട് അനീതി ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊരു പ്രചരണം നടന്നതിൻ്റെ ഭാഗമായി കുറച്ച് CBSE കുട്ടികൾ അവരുടെ മാനേജ്മെൻറ്റെല്ലാം കുറിച്ച് കോടതിയിലേക്ക് പോയപ്പോൾ അവർക്ക് അനുകൂലമായൊരു വിധി കോടതിയിൽ നിന്ന് കിട്ടുകയാണ്. അതിൽ നമ്മൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നപ്പോൾ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാട് SF സ്വീകരിച്ച് SF-യുടെ പ്രസ്താവന നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അടിയന്തരമായി തന്നെ സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ പോകണമെന്നും ഈ വേർതിരിവ് അവസാനിപ്പിക്കണമെന്നും SF ആവശ്യപ്പെട്ടു. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് വന്നതിന് ശേഷമുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 14 തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് പറയുന്ന ഒരു പ്രയാസം. പക്ഷേ നമ്മൾ കേരളത്തിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും പറയുന്നത് നിയമപരമായുള്ള എല്ലാ സാധ്യതകളും തേടാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. അവർ നടത്തുന്ന ആ പ്രവർത്തനങ്ങളോട് SF എല്ലാ നിലയിലും യോജിക്കും. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആവശ്യം വന്നാൽ ചെയ്തു കൊടുക്കാനും SF ഇടപെടും. നോക്കാം അതിൻ്റെ എന്താ സ്ഥിതി എന്നുള്ളത് പഠിച്ചിട്ട് നമുക്ക് നോക്കാം. അവരുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട്, കുട്ടികളുടെ ആവശ്യം നമ്മുടെ സഹോദരനും സഹോദരിമാരുമാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അതിന് ആവശ്യമായ നിലപാട് SF സ്വീകരിക്കും. ഞങ്ങളിപ്പോൾ സംസ്ഥാന മന്ത്രിക്ക് തന്നെ, പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ ഞങ്ങളിപ്പോൾ പരാതി കൊടുത്തു. പൊതുവിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായ അന്വേഷണം ഇതിനെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള നടപടി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ നിയമപരമായും നേരിടും. ഒപ്പം തന്നെ ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഒരു സാമൂഹിക ബോധം, ഒരു സമൂഹത്തിൻ്റെ പ്രതികരണം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആദ്യം വാർത്ത വന്നത് ബേഡകത്ത് നിന്നാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാസർഗോഡ്. അപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അങ്ങനെ നിയമപരമായി ഇത്തരം കുട്ടികൾ, ഞാൻ നേരത്തെ അതിൻ്റെ ആക്റ്റും കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചു, അതിന് വിരുദ്ധമായുള്ള സമീപനം സ്വീകരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിയമപരമായും, ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കാൻ ആവശ്യമായ ഒരു പരിശ്രമം നടത്തുന്നവർക്കെതിരെ പൊതുസമൂഹത്തിൻ്റെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രതികരണം ഉയർന്നു വരണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.